ഇതാണ് IQ C9X, ഒരു ഫുൾ ഡേ ഫുള്ളി ലോഡഡ് ഫോൺ. എന്ന് വെച്ചാൽ 12,000 താഴെ കിട്ടാവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ. എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ കാണിച്ചുകൊണ്ട് തന്നെ പറയാം. ആദ്യം ഇതിന്റെ അൺബോക്സിംഗ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്. IQ C9X. നിങ്ങൾക്ക് ഇതായി കാണുന്നതാണ് ഇതിന്റെ ഒരു ഡിസൈൻ. ഫോണിനെ കുറിച്ച് പറയാം. അതിന് ബോക്സിൽ കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ ചാർജർ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. അതിന്റെ ഒപ്പം തന്നെ ചാർജിങ് കേബിളും കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ബോക്സിൽ അതങ്ങോട്ട് മാറ്റി വെക്കാം, ഫോൺ എടുക്കാം. സോ ഇതാണ് IQ C9X. ഈ ഫോൺ 2 കളറാണ് വരുന്നത്, ടോർണാഡോ ഗ്രീനും സ്റ്റോം ഗ്രേയും. ഈ ഫോണിന്റെ വെയിറ്റ് 199 ഗ്രാമേ വരുന്നുള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സ്ലിം ആണ്. 7.9 mm വരുന്നുള്ളൂ. റിയർ സൈഡിൽ ഒരു AG ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ ശരിക്കും അതിനനുസരിച്ച് ഒരു കളർ ചേഞ്ചും ഒരു ചെറിയ ലൈൻ പോലെയൊക്കെ കാണാം. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഒരു മോഡേൺ ലുക്ക് തന്നെയാണ്. വില 11,999 എന്ന് പറയുമ്പോൾ ആ റേഞ്ചിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നല്ല മോഡേൺ ലുക്കിലുള്ള ഒരു ഫോണാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഡിസൈൻ വൈസ് ഓക്കെയാണ് ഈ ഫോൺ. IP64 വാട്ടർ റേറ്റിംഗും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ നന്നായിരിക്കുന്നു. അത് നന്നായി എന്ന പോലെ തന്നെ ഇതിന്റെ പെർഫോമൻസും അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസറാണ്. 11,999 ആ ഒരു പ്രോസർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. 4nm പ്രോസസ് ടെക്നോളജിയാണ്. കാരണം പ്രീമിയം ഫോണുകൾ ഈ സ്നാപ്ഡ്രാഗൺ 8S Gen 3 8 Gen 3 ഒക്കെ നോക്കിയാലും 4nm ആണ്. സോ അതേ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഈ വിലയ്ക്ക് തീർച്ചയായിട്ടും ഓക്കെയാണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രൈസ് വെച്ച് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഡീസന്റ് പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ BGMയും അസ്പാൾട്ടും ഒക്കെ കളിച്ച് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നൈസായിട്ട് കളിക്കാം. ഈ ഒരു പ്രൈസിന് ഡീസന്റ് പെർഫോമൻസ് ആണ്. ആൻഡ്രോയിഡ് സ്കോർ ഒക്കെ നോക്കിയാൽ 560Kയിലധികം ആൻഡ്രോയിഡ് സ്കോർ വരുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ 16GB റാം, 8GB റാം പ്ലസ് 8GB റാം എക്സ്റ്റൻഡ് റാം കൂടി ചേരുമ്പോൾ 16GB റാം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാനും സാധിക്കും. 1TB വരെ എക്സ്പാൻഡബിൾ സ്റ്റോറേജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചാലും മൊത്തത്തിൽ പെർഫോമൻസിൽ വേറെ അപാകതകളൊന്നും വരുന്നില്ല. ഇനി ഇതിന്റെ ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 6000 mAh ബാറ്ററി 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജാണ് വരുന്നത്. ചാർജർ ബോക്സിലുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഈ 44 വാട്ട് ചാർജ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ ഒരു 30 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 10 അവർ വരെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു ഡീസന്റ് ആയ ഒരു ഫാസ്റ്റ് ചാർജിങ് ആ ഒരു പ്രൈസിന് കിട്ടുന്നു നമുക്ക് കാണാം. ഒപ്പം തന്നെ 6000 mAh ബാറ്ററിയാണ്. ഈ ബാറ്ററി ഉണ്ടായിട്ടുമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ആണെന്ന്. ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ആണ്. 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും 190 ഗ്രാം വെയിറ്റേ ഉള്ളൂ. 7.9 mm തിക്നെസ്സേ വരുന്നുള്ളൂ. സോ ബാറ്ററി ആൻഡ് ചാർജിങ് പക്ക. ഈ വില കൺസിഡർ ചെയ്യുമ്പോഴാണ് ഞാൻ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേയും ഇതിന്റെ സെറ്റപ്പ് ആണ്. 6.72 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. സ്ലിം ആയ ബോർഡറും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പ്രൈസിലെ ഫോൺ നോക്കുമ്പോൾ വളരെ സ്ലിം ആയ ബോർഡറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. മോഡേൺ ലുക്ക് ഉണ്ട്. 1000 nitsന്റെ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സെഗ്മെന്റ് എന്ന് പറയാം. സോ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസന്റ് ആയ ഒരു സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടും. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. സാമ്പിൾ ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം നല്ല സൗണ്ടുമാണ്. സോ വിഷ്വൽ ക്വാളിറ്റിയും സൗണ്ട് എക്സ്പീരിയൻസും എല്ലാം ഡീസന്റ് ആണ്. ക്യാമറയിലേക്ക് വന്നാലും അത്യാവശ്യം നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ AI ക്യാമറയാണ് മെയിൻ ക്യാമറ. അത്യാവശ്യം നല്ല ഡീസന്റ് ആയ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണ്. പോർട്രേറ്റ് ആയാലും നോർമൽ ആയാലും ഒക്കെ അത്യാവശ്യം ഡീസന്റ് ആയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ 8GB റാം വേരിയന്റ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4K വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് 8GB റാം വേരിയന്റിൽ മാത്രമേ കിട്ടുള്ളൂ 4K. ബട്ട് എങ്കിലും ആ ഒരു സ്റ്റോറേജിലെങ്കിലും 4K സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ക്യാമറ എന്നുള്ളത് നല്ല കാര്യമാണ്. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ച് ആ വില കൺസിഡർ ചെയ്യുമ്പോൾ മറ്റുള്ള ഫോണുകളായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴേക്കും എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പായിട്ട് തന്നെയാണ് തോന്നിയത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഗെയിമിങ്ങിന്റെ ഭാഗത്ത് 1-2 എക്സ്ട്രാ ഫീച്ചർ വരുന്നുണ്ട്. അൾട്രാ ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസിന്റെ സമയത്ത് കുറച്ചും കൂടി എക്സ്ട്രാ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 4D ഗെയിം വൈബ്രേഷനും കാര്യങ്ങളും കുറച്ചും കൂടി നല്ലൊരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് കിട്ടും. പിന്നെ മോഷൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. സോ മൊത്തത്തിൽ ഗെയിം കളിക്കേണ്ട കാര്യത്തിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് അടക്കം നോക്കിയാലും ഓവറോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പെർഫോമൻസിന്റെ ലെവൽ നോക്കിയാലും നല്ലൊരു ഗെയിമിംഗ് സെറ്റപ്പ് ഉള്ള ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. ഇനി ഫൈനലായിട്ട് ഇതിന്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ FunTouchOS 14 ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്. പിന്നെ കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ്. കോൾ റെക്കോർഡിംഗ് ഒക്കെ അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ ഡീസന്റ് ആയിട്ട് കോൾ റെക്കോർഡ് ചെയ്യാം. പിന്നെ സ്മാർട്ട് സൈഡ് ബാർ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ, അതും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ആപ്പ് റീടൈനർ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആപ്പൊക്കെ ക്ലോസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിട്ടാലും ക്ലോസ് ആവാണ്ട് അവിടെ നിൽക്കും. ഗെയിമൊക്കെ നിങ്ങൾക്ക് നിർത്തിയോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പ് റീടൈനറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഹിഡൻ ആൽബം പ്രൊട്ടക്ഷൻ പോലുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഞാൻ എല്ലാം ഒന്നും വലിച്ചു വാരി പറയുന്നില്ല. എന്തായാലും പ്രധാനപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ്. ഇനി വേറെ 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത് താഴെ Type-C പോർട്ട്, സ്പീക്കർ ഗില്ല്, അതേപോലെ തന്നെ 3.5mm ജാക്ക് വരുന്നുണ്ട്.
റൈറ്റ് സൈഡിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, പവർ ബട്ടൺ, അതേപോലെ വോളിയം ബട്ടണുകൾ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഇതിലാണ് 1 TB മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് പരസ്യ ആപ്ലിക്കേഷൻ കാണാം. അതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് സെറ്റപ്പ് ആക്കി എടുക്കുക. സോ അപ്പം അങ്ങനെയാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. സോ ഓവറോൾ iQ C9X ഡിസൈൻ വൈസ് ആയാലും ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിസൈൻ വൈസ് ആയാലും ഡിസ്പ്ലേയുടെ കാര്യമായാലും പെർഫോമൻസിന്റെ കാര്യമായാലും ബാറ്ററി ആൻഡ് ചാർജിങ്ങിന്റെ കാര്യമായാലും എല്ലാം കൊണ്ടും ഇൻക്ലൂഡിങ് ക്യാമറയും വലിയ കുഴപ്പമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഓവറോൾ ഒരു ഗ്രേറ്റ് ഫോണായിട്ട് തോന്നി. അതായത് ഏകദേശം ഒരു കണ്ണും പൂട്ടി എടുക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. എന്ത് തന്നെയാലും സംഗതി കൊള്ളാമെന്ന് തോന്നുന്നു. പർച്ചേസ് ലിങ്ക് താഴെയുണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 11,999 ആണ്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കുക. പിന്നെ കൂപ്പൺ കോഡൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക. പിന്നെ iQ C9X എന്ന ആമസോണിൽ കയറി സെർച്ച് ചെയ്താൽ വിൻ ചെയ്യാൻ ഒരു കോൺടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 50,000 വരെ ഇന്ത്യൻ റുപ്പീസ് വിൻ ചെയ്യാനുള്ള അവസരവും കാണുന്നുണ്ട്. സോ മൊത്തത്തിൽ iQ C9X കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. 21-ാം തീയതിയാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലും iq.com ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്യുക, ലിങ്ക് താഴെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.